അതുപോലെ തന്നെ ഈ കുറുക്കൻ എന്ന് പറഞ്ഞ സാധനം 0-100 എത്തി എന്നുള്ള ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച്. കുറുക്കൻ എന്നുള്ള ബ്രാൻഡ് 0-100 എത്തിയെന്ന് ഞാൻ അവകാശപ്പെടില്ല. നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മളൊരു ജേണിയാണ്. ഒരു 0-0.1 ആ ഒരു ജേണിയാണ് ഞാനിവിടെ എന്ത് ചെയ്യണത് എക്സ്പ്ലെയിൻ ചെയ്യണത്. നമ്മളെങ്ങനെ ഇത് തുടങ്ങി, എന്തൊക്കെയാണ് അതിൻ്റെ ബാക്കിലുള്ളത് എന്നൊക്കെ. അപ്പോൾ ഇനീഷ്യലി ഞാൻ പഠിച്ചത് ടെക്സ്റ്റൈൽ MBA ആണ്. കോയമ്പത്തൂർ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞിട്ട് SVP ISTM. അത് ടെക്സ്റ്റൈൽ MBA കോളേജാണ്. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു, MBAക്ക് ചേർന്നു. ടെക്സ്റ്റൈൽ MBA റീറ്റെയിൽ മാനേജ്മെൻ്റ് ആണ് എടുത്തത്. അവിടുന്ന് ഒരു ക്രിസ്മസ് ഡേ എല്ലാവരും നാട്ടിലേക്ക് ലീവിന് പോവാണ്, നമ്മൾ പോയിട്ടില്ല. ഒരു സുഹൃത്തുണ്ട് ശരൺ എന്ന് പറഞ്ഞിട്ട്, പുള്ളി ഞാൻ മാത്രം നാട്ടിലേക്ക് ലീവിന് പോകാത്തത് ഒരു ദിവസം ലീവുള്ളൂ, അതിനൊക്കെ നാട്ടിലേക്ക് വന്നാൽ നമുക്ക് മോലാവില്ല. ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു, നമ്മളെ വിളിച്ച് ഇജെന്താ നാട്ടിൽ പോകാത്ത ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ ഒരു ദിവസത്തിന് നാട്ടിൽ പോയിട്ട് കാര്യമില്ല, നമുക്ക് അത്യാവശ്യം ട്രാവലിംഗ് ഉണ്ട്, 8 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു എന്നാൽ എൻ്റെ വീട്ടിൽ പോര്, നമുക്ക് അവിടെ കൂടാ. അങ്ങനെ വളരെ നിർബന്ധിച്ച്, എനിക്കൊരു താല്പര്യമില്ല. കാരണം ഞാൻ കോളേജിൽ ചേർന്നിട്ട് അന്ന് 2 മാസം 3 മാസം ആയിട്ടുള്ളൂ. ആരായിട്ടും അങ്ങനെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ മാത്രമുള്ള ഒരു പരിചയമൊന്നും ആയിട്ടില്ല. അവൻ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് എന്ത് ചെയ്ത് നമ്മളെ കൊണ്ടുപോയി. ഇന്ന് എന്താ പറയാ, പടച്ചോൻ്റെ വിധി എന്നൊക്കെ പറയാം. ഓൻ്റെ വീട്ടിൽ പോയി. അപ്പോഴാണ് മനസ്സിലായത് ഓനക്ക് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഉണ്ട്, ടീഷർട്ട്, കിഡ്സ് ഡ്രസ്സ്, അതൊക്കെ മാനുഫാക്ചറിങ് ഉണ്ട്. അങ്ങനെ ആ മാനുഫാക്ചറിങ് ഹൗസും അതുപോലെ അവരെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ, അത് അവർ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ചെറിയ വീടാണ്. അവിടെയാണ് ഫസ്റ്റ് വരെ എന്ത് ചെയ്യണത് മാനുഫാക്ചറിങ് തുടങ്ങുന്നത്, കിഡ്സിൻ്റെ ഡ്രസ്സ് വെച്ചിട്ട്. പിന്നീട് അത് വളർന്ന് വലുതായി തിരുപ്പൂരിൽ ടൗണിൻ്റെ സെൻറ്ററിൽ, അതായത് എനിക്ക് തോന്നുന്നു ആ സ്ഥലം വിറ്റാൽ തന്നെ എന്തുണ്ടാവും, കോടികൾ വരും. അത്രയും വാല്യൂ ഉള്ള ആ സ്ഥലത്ത്, അവിടെയാണ് ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, അവരുടെ മാനുഫാക്ചറിങ് റൺ ആവുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ പടർന്ന് കിടക്കുകയാണ്. കട്ടിങ്ങിനൊരു ഏരിയ, സ്റ്റിച്ചിങ്ങിനൊരു ഏരിയ, അതുപോലെ പാറ്റേൺ മേക്കിങ്ങിനൊരു ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വളരെ വലുതായിട്ട് എടുക്കുക. DR ശരൺ ഗാർമെന്റ്സ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അവരുടെ ഹോം ബ്രാൻഡ് എന്ന് പറയുന്നത് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോം ബ്രാൻഡാണ്. അതൊക്കെ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ ഓരോ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഇൻസ്പയർ ആയത്? ഓരോ കണ്ടതിന് ശേഷം ഈ പ്രോസസ്സ് ഭയങ്കര മനോഹരമായിട്ട് അങ്ങനെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. അതാണ് ഇതിൽ ഏറ്റവും രസം. അല്ലാണ്ട് നമ്മൾ ഇതിൽ കണ്ട പോലെ ഒറ്റടിക്ക് നമുക്ക് അത് തുടങ്ങാമെന്ന് തോന്നിയതല്ല. ഒരു ടീഷർട്ട് കണ്ടുകൊണ്ട് അത് തുടങ്ങാമെന്ന് ആഗ്രഹം വന്നതല്ല. നമ്മൾ ഫസ്റ്റ് എന്താ വെച്ചാൽ ഈ പ്രോസസ്സ് മൊത്തം അറിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച്, ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞത്, ഞാൻ യൂസ് ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകൾ ടീഷർട്ട്സ് ഉണ്ട്. എനിക്ക് അതിൽ കുറേ പോരായ്മകൾ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ 100% കോട്ടൺ ആണെന്ന് പറഞ്ഞ വാങ്ങുന്ന പല ടീഷർട്ടുകളും കോട്ടൺ അല്ല. അത് വാങ്ങി യൂസ് ചെയ്തതിൻ്റെ ശേഷമാണ് അതെന്ത് ചെയ്യണത് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് ഓരോ ലേബൽ കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഇത് വാങ്ങി കുറച്ച് ദിവസം 1 മാസമൊക്കെ യൂസ് ചെയ്തതിൻ്റെ ശേഷമാണ് മനസ്സിലാവുക ഇത് 100% കോട്ടൺ അല്ല, വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത്. ഇപ്പം അതൊന്നും കൂടി എനിക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം നമ്മൾ ആ ഫീൽഡിലെ എക്സ്പീരിയൻസ് ആയി. ഇനീഷ്യലി നമുക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല. അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ നല്ല ബോഡി ഹീറ്റ് ഉണ്ടാവും. എനിക്ക് സ്വാഭാവികമായിട്ടും തടിച്ച ആളാകുമ്പോൾ ബോഡി ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ സെയിം കേസ് ഞാൻ എന്ത് ചെയ്യും, നമ്മളിടുന്ന ഡ്രസ്സ് കാരണം എക്സ്ട്രാ ഹീറ്റ് വരും. എൻ്റെ ഉമ്മാക്കൊക്കെ അറിയാം, ഞാനൊക്കെ ആ ഇന്നേഴ്സ് വരെ, നമ്മളെ ഇന്നർ ടീഷർട്ട് ഉണ്ടാവില്ലേ, ഇന്നർ ബനിയൻ വരെ എന്ത് ചെയ്യും ഊരിയിട്ടൊക്കെ നമ്മളിവിടെ വലിച്ചെറിയും സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ. കാരണം അത്ര ചൂടെടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇത് എങ്ങനെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ, 100% കോട്ടൺ എന്താണ്, എങ്ങനെ ഫീൽ വരുന്നു എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, അതിനെ കുറച്ച് പഠിച്ചു തുടങ്ങിയത്. അതിൽ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ വേറെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇനീഷ്യലി ഞാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഫ്രണ്ട്സിനോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടുതൽ പേര് ടെക്സ്റ്റൈൽ കോളേജ് ആയതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ്. പക്ഷെ അവർക്കൊന്നും ഇതിൽ ഡീപ്പ് നോളജ് ഇല്ല. പക്ഷെ അവരുടെ ഫാമിലി ബിസിനസ്സാണ് എന്ത് ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകളുടെയും പേരൻസിനാണ് ഇതിൽ ഇൻവോൾവ്മെന്റ് കൂടുതലുള്ളത് അവരെക്കാളും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പേരൻസിനെ കാണാൻ പോയി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദർശിനി അറിയും. അപ്പോൾ അവളെ പേരന്റിനെ കാണാൻ അവളെന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫാദറിന്റെ മുമ്പിലേക്ക് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു ആൺകുട്ടി നീയാണെന്ന്, എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് എന്നെയാണെന്ന്. അപ്പോൾ എന്താ വെച്ചാൽ അത് നമുക്ക് ആ ഒരു ബിസിനസ്സിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എന്നെ കൊണ്ടുപോയി ഒഫീഷ്യലി പരിചയപ്പെടുത്തുന്നതൊക്കെ. അങ്ങനെ അവളുടെ ഫാദറിനെ ഞാൻ പോയി കൊണ്ടു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് അതിനുശേഷം ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, പുള്ളിയോട് ചോദിച്ചു, ഈ തിരുപ്പൂരിൽ ഗാർമെൻസിൻ്റെ നമ്മുടെ ഫാബ്രിക് വിൽക്കുന്ന സ്ഥലം ഏതാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാദർപേട്ട് എന്നാണ് പേര് വരുന്നത്. അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ഫാബ്രിക് വിൽക്കുന്ന
മെർച്ചൻഡൈസേഴ്സിന് ആളുകളൊക്കെ നമ്മൾ കണ്ടു. അവിടുന്ന് എനിക്കറിയില്ല, ഫസ്റ്റത്തെ അനുഭവം ആയതുകൊണ്ടാവാം നമുക്കൊരു കറക്റ്റ് ഐഡിയ എങ്ങനെ അപ്രോച്ച് ചെയ്യണം നമുക്കറിയില്ലല്ലോ ആളുകൾ. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒരു ഹോൾസെയിൽ ബിസിനസ്സിൽ, വലിയൊരു ബിസിനസ്സിൽ നമ്മൾ പോയിട്ട് ഒന്നും അല്ലാത്ത ഒരാൾ പോയിട്ട് ഇതെന്താന്ന് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മളന്ന് ഹെർട്ട് ചെയ്തു സത്യത്തില്. അന്നെന്ത് ചെയ്തു, ഞാന് ഈ കാദർപേട്ടയിൽ പോയിട്ട് ഫസ്റ്റ് ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്, നമ്മൾ ഈ അറിയാത്ത ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ. അപ്പൊ ഇതെന്താ ഞാൻ പോയി ചോദിക്കുക, എനിക്ക് കുറച്ച് ഫാബ്രിക്കുകളെ പേരറിയാം, എനിക്ക് ഇതിന്റെ പ്രൈസ് കിട്ടണം, ഇതിന്റെ ഒക്കെ സാമ്പിൾ കാണണം, ഫീൽ ചെയ്യണം, ഇതൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്, ഇതൊക്കെയാണ് എന്റെ റിക്വയർമെന്റ്. ഇപ്പോൾ നിലവിലെ കുറുക്കൻ എന്നുള്ള പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് ഇപ്പോൾ ഏതൊക്കെ ടീഷർട്ടുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് വൈറ്റ് കളർ വെച്ചിട്ടാണ്. എന്താണ് മാർക്കറ്റ് ഫിയർ ഉണ്ടായതുകൊണ്ടാണോ ഈ വൈറ്റ് കളർ മാത്രം ചൂസ് ചെയ്ത് കണ്ടിറങ്ങാൻ കാരണം? അല്ല, അത് മാനുഫാക്ചറിങ്ങിന് ഏറ്റവും ഈസി ആയിട്ടുള്ളത് വൈറ്റ് കളറാണ്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ. കാരണം കളറിങ്, ഡൈയിങ് എന്നുള്ളത് എന്താണ്, വളരെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്, മിസ്റ്റേക്സ് അധികം വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, വൈറ്റ് കളർ ആകുമ്പോൾ ഡൈയിങ് ഇല്ല. അത്രയും സൂക്ഷ്മതയോടെ നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യലി തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാൽ നൂലെടുത്തിട്ടാണ്. നൂലെടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അത് ഫാബ്രിക് ആക്കി നിറ്റ് ചെയ്തിട്ട്, ഫാബ്രിക് എടുത്ത് കെമിക്കൽ പ്രോസസ്സിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇത് ടീഷർട്ടാക്കി മാറ്റുന്നത്. ഈ എല്ലാ പ്രോസസ്സിലും നമുക്ക് കൺട്രോൾ ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇല്ല. നമ്മൾ പാർട്ട്ണർ ചെയ്യാണ് പല കമ്പനികളുമായിട്ട്. ഈ ഓരോ പ്രോസസ്സിലും ഓരോ കമ്പനികളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട്ണറിങ് ചെയ്യുന്നുണ്ട് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ. അപ്പോൾ നമുക്ക് അതിലൊക്കെ ഒരു കൺട്രോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ബെനിഫിറ്റ്. അല്ലാണ്ട് ഈ സെയിം സാധനം ചിലപ്പോൾ അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, 100% കോട്ടൺ എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ടാവും, പക്ഷെ അതിൽ ഈ പറഞ്ഞ പ്രോസസ്സുകളൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. കെമിക്കൽ പ്രോസസ്സിങ്ങിൽ ഇപ്പോൾ നമുക്ക് വൈറ്റിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ബ്ലീച്ചിങ് ഉണ്ട്, നമ്മൾ സിലിക്കോൺ വാഷ് ഉണ്ട്. ഇപ്പം ഈ പ്രോസസ്സുകളൊക്കെ നടന്നിട്ടുണ്ടോ, ബ്ലീച്ചിങ് തന്നെ 2 സ്റ്റെപ്പ് ഉണ്ട്, 3 സ്റ്റെപ്പ് ഉണ്ട്, മെർസറൈസിങ് ഉണ്ട്, ഇതൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് അവിടെ കിടക്കുന്ന ഫാബ്രിക് നോക്കി പറയാൻ പറ്റൂല. അത് ടെസ്റ്റ് ചെയ്താൽ പോലും കണ്ടുപിടിക്കൽ ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ പോയിട്ട് പക്ക പ്യുവർ കോട്ടൺ മാത്രം എടുത്തിട്ട് നിങ്ങൾ അത് ഫാബ്രിക് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ആൾക്കാർക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? മറ്റൊരു സാധനം എടുക്കുന്ന വെച്ചാൽ ജസ്റ്റ് ഒരു ഹീറ്റിന്റെ കാര്യം മാത്രമാണോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് ഈ കോട്ടൺ കൊണ്ട് ഉണ്ടാകുന്നത്? വെച്ചാൽ കോട്ടൺ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അപ്പോൾ കോട്ടണിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പല സാധനങ്ങളും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഡ്യൂറേഷൻ, യൂസിങ് ഡ്യൂറേഷൻ ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് മാറി നിന്നിട്ടാണ് ജസ്റ്റ് കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടണേ? ഞാൻ ഫസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞുതരാം. അതായത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഫാക്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ഒരു എക്സാമ്പിൾ, ഞാൻ വളരെ സിമ്പിളായിട്ട് എൻ്റെ ഈ ഒരു ജേണിയിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മാഷിനോട് പോയിട്ട് പറഞ്ഞു, എനിക്ക് ടീഷർട്ടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനം കിട്ടണം, സ്ട്രെങ്ത്ത് ഭയങ്കരമായിട്ടുള്ളത്, പെട്ടെന്ന് കീറാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാഷിനോട് പറഞ്ഞു, റിയാസ് അതല്ല ക്വാളിറ്റി, അത് ഇത് ഒരു പാർട്ട് ഓഫ് ക്വാളിറ്റി നമുക്ക് പറയാം, പക്ഷെ അതല്ല ക്വാളിറ്റി. കാരണം നീ മനസ്സിൽ വിചാരിക്കുക, ഒരു സ്വർണ്ണ ചെയിൻ ഒരു അമ്മ കഴുത്തിലിട്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു അൺഫോർച്ചുനേറ്റ് മൊമെന്റിൽ ഒരു കള്ളം വന്നിട്ട് ആ മാല പൊട്ടിച്ചിട്ട് പോവുകയാണെന്ന് വിചാരിക്കുക, ആ മാല പൊട്ടിയില്ല. എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന കോൺസിക്വൻസസ്? ബൈക്കിൽ വന്നിട്ടൊരു ചെയിൻ സ്നാച്ചർ ആ ചെയിൻ സ്നാച്ച് ചെയ്യുമ്പോൾ അത് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും സംഭവിക്കുക? സംഭവിക്കും. സെയിം കേസിൽ വിചാരിക്കുക, ഒരാൾ നമ്മുടെ ടീഷർട്ട് വന്നിട്ട് നമ്മളത് വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അവനക്ക് നമ്മളാ ടീഷർട്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പോരായ്മയാണ്. കാരണം ടീഷർട്ട് ഒരു സ്പെസിഫിക് സ്ട്രെങ്ത്തിന് ശേഷം ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ടോൺ, അത് കീറിപ്പോണം, അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കീറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വേറെ പല സാധനങ്ങളും സംഭവിച്ചേക്കാം പല മൊമെന്റിലും. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതല്ല. പല ഫാക്ടറികളും ഒരു സിംഫണി പോലെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വന്ന് കൃത്യമായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ കുറുക്കൻ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് നമ്മുടെ ടീഷർട്ട് 100% കോട്ടണിൽ തന്നെ വളരെ കൃത്യമായി ചെയ്തിട്ടുള്ള കെമിക്കൽ പ്രോസസ്സിങ്, വളരെ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിങ്, ആളുകൾക്ക് അതുകൊണ്ട് ഉണ്ടാവുന്ന കംഫർട്ട്, അത് ഈ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യന് എന്ത് ചെയ്യുള്ളൂ, കംഫർട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ ഒരു 1.5 വർഷം എൻ്റെ ബ്രാൻഡ് ആളുകളിലേക്ക് സെല്ല് ചെയ്യാൻ തുടങ്ങിയിട്ട്
അതിൻ്റെ മുന്നത്തെ ഒരു 1.5 വർഷം നമ്മളത് വെറും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. ടോട്ടൽ 3 വർഷമായി. ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ 300 ടീഷർട്ട് 300 കസ്റ്റമേഴ്സിനെ നമ്മൾ വിറ്റിട്ടുള്ളൂ. ഒരു 700-750 ടീഷർട്ടേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ അപ്പ് അൺടിൽ ടുഡേ വിറ്റിട്ടുള്ളൂ. ഈ 300 കസ്റ്റമേഴ്സിൻ്റെ ഒരു 300 മുതൽ 350, 300 എന്നുള്ളത് ഏറ്റവും ലോവർ ഇത് പറയാണ്. അപ്പോൾ വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ അടുത്തേക്ക് എല്ലാ ടീഷർട്ട് വെക്കേണ്ടത് അല്ല, വളരെ കുറച്ച് വെച്ചാൽ പൈസ ഉള്ളവർ മാത്രം വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ അങ്ങനെയല്ല, ടീഷർട്ടിനോട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ ഇതുപോലത്തെ കോട്ടൺ ടീഷർട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള പരിപാടിയാണ്. നമ്മളത് അയൺ ചെയ്യേണ്ടി വരും, ചില സമയത്ത് ചുളിവുകൾ വരും. പോളിസ്റ്റർ പോലെയല്ല, പോളിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ചുളിയൂല, എപ്പോഴും നല്ല വൃത്തിക്കായിരിക്കും. പക്ഷെ കോട്ടൺ ടീഷർട്ട് ചുളിയും. ഒരു സ്പെസിഫിക് പീരീഡിന് ശേഷം അതിലെ കളർ ഫെയ്ഡായി പോകും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലുള്ള സാധനമാണ് അതിൽ നിന്ന് കുറേ പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള സംഭവം. അതിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ബിസിനസ് തുടങ്ങണത്. അപ്പോൾ ഇങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ആളുകളിലേക്ക് മാത്രം എത്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രോഫിറ്റിലേക്ക് നമുക്ക് മാറാൻ കഴിയുമോ, അല്ലെങ്കിൽ അത്ര ഒരു സംഭവം ഒരു ടേൺ ഓവറിലേക്കൊക്കെ നമ്മൾ കമ്പനി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഞാൻ 300 കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഏതാണ്ടൊരു 15-20% ആളുകൾ എൻ്റെ റെഗുലർ ബയേഴ്സാണ്. ഇനീഷ്യലി വൈറ്റിൽ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു, ബ്ലാക്ക് ആഡ് ചെയ്തു. ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് ആഡ് ചെയ്തു. 3 കളേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് കൂട്ടണ്ട. ഞാൻ അതിന് മര്യാദക്ക് മാർക്കറ്റിങ്ങും ഇപ്പോഴും പാക്കിങ്ങും ഇതൊക്കെ നമ്മൾ റെഡിയാക്കി വരുന്നേ ഉള്ളൂ. ബ്ലാക്കും വൈറ്റിൽ എനിക്ക് 700 ടീഷർട്ട് വിൽക്കാൻ പറ്റി, 350 കസ്റ്റമേഴ്സ് കിട്ടി. അതിൽ 20% ആളുകൾ റിപ്പീറ്റഡ് ബയേഴ്സാണ്. അതിൽ എസ്പെഷ്യലി ഒരാൾ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച പോലും വിളിച്ചിട്ട് എന്ത് ചെയ്തു, ബ്ലാക്കും വൈറ്റും എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി. പുള്ളിയുടെ 7ാമത്തെ ടീഷർട്ടാണ്. എൻ്റെ കയ്യിലുള്ളത് 2 ടീഷർട്ട്. അല്ലെ, ഇതുപോലുള്ള ഒരു കസ്റ്റമർ ബേസ് ആണ് നമുക്ക് ആവശ്യം. നിങ്ങൾ നിങ്ങളെ ടീഷർട്ടിൽ ഏകദേശം എത്ര മാർജിൻസ് ആണ് നിങ്ങൾ എടുക്കുന്നത്? ഇതൊരു ബിസിനസ് സീക്രട്ട് ആണ്, നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിവിടെ വാങ്ങുന്ന നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടീഷർട്ട്, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 800-900 ആണ്. ഓക്കെ, വൈറ്റിന് 1000 വരെ ഉണ്ട്. കാരണം അത് കുറച്ച് സ്പെഷ്യൽ പ്രോസസ്സുകളിലൂടെ കടന്നു. ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? അപ്പോൾ ഇതിനെക്കാട്ടി കുറഞ്ഞിട്ട് ക്വാർട്ടറിൽ സാധനം ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല എന്നാണ് നിങ്ങൾ പറയണേ. ഞാൻ ഫസ്റ്റത്തെ മാർജിൻ എത്ര ഉണ്ടെന്ന് ചോദിച്ചില്ലേ, ഇവിടെ നിങ്ങൾക്ക് റീറ്റെയിലിൽ കിട്ടുന്ന ടീഷർട്ടിന്റെ പ്രൈസാണ് എൻ്റെ മേക്കിംഗ് കോസ്റ്റ്. നിങ്ങൾക്ക് ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ടീഷർട്ടിന്റെ റീറ്റെയിൽ പ്രൈസാണ് എൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്നത്. 100% കോട്ടൺ കിട്ടൂലെന്ന് ചോദിച്ചാൽ കിട്ടും, മാർക്കറ്റിൽ കിട്ടൂല നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ മേജർ ബ്രാൻഡ്സ് ഒന്നും അത് ചെയ്യുന്നില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി തരാനുള്ള കാരണം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത ബ്രാൻഡുകളെ പേര് പറയുന്നത് ശരിയല്ല, പക്ഷെ ഞാൻ ഏതാണ്ടൊരു 30,000 rupees വർത്ത് ഓഫ് പ്രൊഡക്ട്സ് ടെസ്റ്റിങ്ങിന് അയച്ചിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് സിട്ര എന്ന് പറഞ്ഞിട്ട് സൗത്ത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ റിസർച്ച് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂരുള്ള ഗവൺമെൻറ് സ്ഥാപനമാണ്. ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകൾ റിസർച്ചും ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാബാണ്. അവിടെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരൊക്കെ കൊടുക്കണ ഈ ലാബിലാണ് ഈ 100% പ്യുവർ കോട്ടൺ എന്ന് പറയുന്ന ലാബിൽ ഫേക്ക് ആണെന്നാണ് പറയുന്നത്. അവർ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ 100% എന്ന് പറഞ്ഞ് തന്നാൽ അത് 100%. നമ്മളെ പ്രൊഡക്റ്റിന് ആ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ടെസ്റ്റിങ്ങിന് കൊടുത്ത മറ്റ് ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റിന് ആ സർട്ടിഫിക്കേഷൻ ഇല്ല. അവർ മിക്സ് എന്നാണ് പറയുന്നത് അതിന്. പക്ഷെ മിക്സിൽ ഇനി എത്ര ചില ബ്രാൻഡ്സുകളൊക്കെ ഇറങ്ങണ്ടല്ലോ 100% എന്ന് പറഞ്ഞിട്ട് തന്നെ കുറെ ബ്രാൻഡ്സുകൾ ഇറങ്ങണ്ടേ? 100% ഇല്ല. അത് എഴുതി തരാം ഞാൻ വേണമെങ്കിൽ. പറയുന്നത് ഫുള്ള് ഫേക്ക് ആണെന്ന് പറയല്ലോ. എല്ലാ ബ്രാൻഡുകളും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ഞാൻ അന്വേഷിച്ച ബ്രാൻഡുകളൊക്കെ എന്താണ്, എല്ലാത്തിലും മിക്സ് ഉണ്ട്. മിക്സിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വീണ്ടും ഫർദർ ടെസ്റ്റിംഗ് നടത്തണം. ഒരു ടെസ്റ്റിന് 10,000-20,000 രൂപയാണ് നമുക്ക് എന്ത് വരുന്നത്. ഫുൾ ലെവലിൽ ടെസ്റ്റ് ചെയ്യാനുള്ള കോസ്റ്റുകൾ നല്ല എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നീട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നല്ലൊരു എമൗണ്ട് അതിൽ ഇറക്കണം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കളയുന്ന നമ്മളെ ആവശ്യം എന്താണ്, മോൻ്റെ ബ്രാൻഡ് എത്ര മോശമാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ ബ്രാൻഡ് ഏറ്റവും ടോപ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ടെസ്റ്റിങ്ങിൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് ബാക്കി പിന്നെ എന്ത് ചെയ്യുക, നമ്മുടേതായ രീതിയിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 3 വർഷമായി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കുടുങ്ങി എന്നുള്ളൊരു സിറ്റുവേഷൻ റിയാസിന് തോന്നിയിട്ടില്ലേ? പല സാഹചര്യത്തിലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ കുടുങ്ങി എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇതിൽ പഠിക്കണതെല്ലതും എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിലെന്തുണ്ടായിരുന്നു, ഒരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ പല സാഹചര്യങ്ങളിലും ഞാൻ ഭയങ്കര ഡൗൺ ആയി നിൽക്കുന്ന ദിവസം എനിക്ക് 2 ഓർഡർ കിട്ടും. അപ്പോൾ അതിൽ വരുന്നൊരു സന്തോഷം വേറെ തന്നെയാണ്. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി റെക്കമെൻഡ് ചെയ്യുമോ? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് എന്താ പറയുക, കോമ്പറ്റീഷനുള്ള ഇൻഡസ്ട്രിയാണ്.
അപ്പോൾ പുതിയതായി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ അത് മൈൻഡിൽ വെച്ചിട്ട് വേണം തുടങ്ങാൻ. ഈസി ആയിട്ട് ഇതിൽ വന്നിട്ട് പോകാന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ കൊടുക്കുന്ന സാധനം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ, ഞാൻ കണ്ടൊരു പാറ്റേൺ, വില കുറയുന്നോറും നിങ്ങൾക്ക് സെയിൽ കൂടും. സാധനത്തിൻ്റെ ക്വാളിറ്റിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വരില്ല. ഇഫ് യു ആർ ഏബിൾ ടു ഫൈൻഡ് ന്യൂ കസ്റ്റമേഴ്സ് ഡെയിലി, ദെൻ ദാറ്റ് ഈസ് ഓക്കെ. ഇഫ് യു കാൺട്ട്, ദെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇംഗ്ലീഷൊക്കെ കയറുണ്ടായി, ഞാൻ ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടി വരാം. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞേ, ഇംഗ്ലീഷ് ഇറങ്ങാൻ ടെൻഷൻ ആക്കിയല്ലോ. പിന്നെ അപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വരുന്ന ഒരു സ്റ്റാർട്ടറിന്, ഇപ്പോൾ അത് ചിലപ്പോൾ ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണലുണ്ട്, ഷെഡി കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരും അങ്ങനത്തെ. അങ്ങനെ ഒരു ടെക്സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഒരു ഇനീഷ്യൽ എത്ര ഒരു എമൗണ്ട് ക്യാപിറ്റൽ കണ്ടിറങ്ങിയാൽ സേഫാണ്? ഞാൻ ഇനീഷ്യലി ഇറങ്ങിയത് 3-3.5 ലക്ഷം റുപ്യ വെച്ചിട്ടാണ്. ഇപ്പോൾ ഏതാണ്ടൊരു 10-12 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആ തുടങ്ങിയോടത്തുനിന്ന് ഒരു സ്റ്റാർട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 0 to 0.1 ആണ്. ആ 1ൻ്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് നല്ല ബാക്കപ്പ്, കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ഐഡിയ, ആളുകളെ ഫോക്കസ് ചെയ്ത് സാധനം ഇറക്കുക നല്ല ക്വാളിറ്റിയിൽ, എന്നാൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാം. മറ്റേത് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യേണ്ടി വരും, പുതിയ കസ്റ്റമറിനെ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുപിടിക്കേണ്ടി വരും. കുറുക്കന് കഴിഞ്ഞൊരു 3 years എഫേർട്ട് ഇട്ടോ, ഇപ്പോൾ ഒരു നല്ല ഹൈ പേയിങ് സാലറി ജോബ് ഓഫർ വന്നാൽ ഈ കുറുക്കൻ ഇട്ട് പോവോ അതോ ഈ കുറുക്കനെ തന്നെ ഫോളോ ചെയ്യുമോ? ഫോർ നൗ കുറുക്കൻ തന്നെ നിൽക്കും. അതെ. എന്തുകൊണ്ടാണ് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാത്ത നമ്മൾ പ്രോഡക്റ്റ്? ഇനീഷ്യലി ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരുന്നു. അതിലുള്ള മേജർ ഇഷ്യൂ, ഫ്ലിപ്കാർട്ടിന് ഇഷ്യൂ ഒന്നുമില്ല, ഫ്ലിപ്കാർട്ട് നൈസാണ് നമ്മളെ പോലെ സ്റ്റാർട്ടിങ് ആയ ആളുകൾക്ക്. ആമസോണിലുള്ള ഇഷ്യൂ റിട്ടേൺസ് ഭയങ്കര. അതിൻ്റെ റീസൺ ചോദിക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് റിസീവ് ചെയ്യാതെ തന്നെ റിട്ടേൺ അയക്കുകയാണ് കുറേ കേസിൽ. അപ്പം നമുക്ക് അതിൻ്റെ മേളിലൊരു കൺട്രോൾ ഇല്ല. നമുക്ക് ആളുകളുടെ ഡാറ്റ, ഫോൺ നമ്പറൊന്നും കിട്ടൂല, നിങ്ങൾ എന്തുകൊണ്ട് അത് റിട്ടേൺ ചെയ്തു എന്ന് ചോദിക്കാൻ. നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ നമുക്ക് ഈ ആളുകളുടെ ഡാറ്റ ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഇതുവരെ ആരും എന്ത് ചെയ്തിട്ടില്ല, ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ട് റിസീവ് ചെയ്യാതെ റിട്ടേൺ അയച്ചിട്ടില്ല. കാരണം അതൊരു സീരിയസ് ബയ്യറാണ്. ഓക്കെ, ഇമ്പൾസീവ് അല്ല. ആമസോണിൽ കാണുമ്പോൾ അത് ഇമ്പൾസീവ് ബയ്യറാണ്. ചുമ്മാ കാണുമ്പോൾ ഓക്കെ വാങ്ങിക്കളയാം, വീടിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവർക്ക് തോന്നുന്നത് എന്തിനപ്പോൾ ഇത് ഇത്ര വിലൻ്റെ സാധനം